അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിലാവത്തിൻ്റെ സുജൂദ്, അതായത് ഖിറാഅത്ത്, ഓത്തിൻ്റെ സുജൂദ്. നാം ഖുർആനിലെ ചില ഭാഗങ്ങൾ ഓതുമ്പോൾ അവിടെ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് സജദ, സുജൂദ് ചെയ്യാനുള്ള ആയത്തുകൾ. ഈ സുജൂദ് ചെയ്യേണ്ട രൂപം എങ്ങനെയാണ്? നിസ്കാരത്തിലാണ് എന്നുണ്ടെങ്കിൽ ആ ആയത്ത് ഓതിക്കഴിഞ്ഞ ഉടനെ നേരെ നമ്മൾ സുജൂദിലേക്ക് പോകുക, അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ട്. ശേഷം തിരിച്ചു വന്ന് ഓത്ത് തുടരുക. വെറും ഒരൊറ്റ സുജൂദ് മാത്രമാണ് തിലാവത്തിൻ്റെ സുജൂദ്. ഇനി ഒരാൾ നിസ്കരിക്കുകയല്ല എന്ന് വിചാരിക്കുക, അയാൾ ഇരുന്ന് ഓതുകയാണ്, അതല്ലെങ്കിൽ ഒരാൾ ഓതുന്നത് കേൾക്കുകയാണ്. ഇങ്ങനെ ഓതുന്ന ആൾക്ക് മാത്രമല്ല, അത് കേൾക്കുന്ന ആൾക്കുണ്ട് സുന്നത്ത്. എപ്പോ അയാൾ കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കേൾക്കാൻ വേണ്ടി മാത്രം ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളാണെങ്കിൽ അയാൾക്കും ഈ തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്തുണ്ട്. ഇതിൻ്റെ രൂപം ഷാഫിഈ മദ്ഹബ് പ്രകാരം നാം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഖുർആൻ ഒന്ന് മാറ്റിവെച്ച് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യാൻ വേണ്ടി ഞാൻ തക്ബീർ ചൊല്ലുന്നു എന്ന് നിയ്യത്തോടു കൂടി അല്ലാഹു അക്ബർ ചെയ്ത് അതിനുശേഷം സുജൂദിലേക്ക് പോയി സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന ദിക്ർ 3 പ്രാവശ്യം ചൊല്ലുക. ഇനി ഒരു വലിയ ദിക്റുണ്ട്, സജദ വജ്ഹിയ ലില്ലദി എന്ന് തുടങ്ങുന്ന താഴെ കാണുന്ന ദിക്ർ. അതറിയുന്നവർ ആ ദിക്ർ ചൊല്ലുക. ശേഷം ഇരുത്തത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് 2 സലാം വീട്ടുക. ഇതാണ് ഷാഫിഈ മദ്ഹബ് പ്രകാരമുള്ള തിലാവത്തിൻ്റെ സുജൂദിൻ്റെ പരിപൂർണമായ രൂപം. ചില അഭിപ്രായങ്ങളിൽ സലാം വീട്ടൽ നിർബന്ധമല്ല, അപ്പോൾ സലാം വീട്ടണം എന്നില്ല, സുജൂദ് ചെയ്ത് മടങ്ങി തിരിച്ചങ്ങനെ തന്നെ ഇരുന്നാൽ മതി. മറ്റു മദ്ഹബുകളിൽ, ഹനഫി, ഹംബലി, മാലിക്കി മദ്ഹബുകളിൽ ഒന്നും തന്നെ തിലാവത്തിൻ്റെ സുജൂദിന് വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലലോ സലാം വീട്ടലോ രണ്ടും ഇല്ല. അവർക്ക് ആ ഓതിക്കഴിഞ്ഞ സ്ഥലത്തുനിന്ന് മനസ്സിൽ ഞാൻ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുകയാണ് എന്ന നിയത്തോടെ നേരെ സുജൂദിലേക്ക് പോവുക. സുജൂദ് നിന്ന് കഴിഞ്ഞ് വന്ന ഉടനെ അതേ ഇരുത്തത്തിൽ ഖുർആൻ ഓതുക. അതാണ് നാം അറബി നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് കണ്ടുകൊണ്ട് നാം കൺഫ്യൂഷൻ ആകേണ്ട കാര്യമല്ല. അത് അവരുടെ മദ്ഹബ്, അവർ പഠിച്ചത് പ്രകാരമാണ്, നാം പഠിച്ചത് ഇപ്രകാരമാണ്. ഏത് ചെയ്താലും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാണ്. അള്ളാഹു തആല കർമ്മങ്ങൾ നല്ല രൂപത്തിൽ നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.